നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭയിൽ സുപ്രധാന നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അമിത്ഷാ രാജിവെച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക കൃത്യമായും മോദിക്ക് വിശ്വാസമുള്ള മറ്റൊരു വ്യക്തിയായിരിക്കുമെന്നത് അത്തരമൊരു നിഗമനത്തിലേക്കാണ് BJP കോർ കമ്മിറ്റി എത്തിച്ചേരുന്നത്. എന്നാൽ ആ രീതിയിലേക്കുള്ള മാറ്റമല്ല ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. ശിവരാജ് സിംഗ് ചൗഹാന് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകാനുള്ള നീക്കം ത്വരിതപ്പെടുത്താനായിട്ട് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിലെ 29 സീറ്റും നേടിയെടുത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മിടുക്ക് അതൊന്നുകൊണ്ട് തന്നെയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനം മധ്യപ്രദേശിൽ അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് മൂലം അദ്ദേഹത്തെ മോദിയും അമിത്ഷായും അവഹേളിക്കുകയാണ്, ഇതിന് കൃത്യമായി കൊടുക്കുന്ന മറുപടി കൂടിയായിരിക്കും ഇത് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വിദിഷ മണ്ഡലത്തിൽ 8.25 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇക്കുറി വിജയിച്ചു കയറിയത്. എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തുമ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനവും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യാൻ കൃഷിമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനെ ഏൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നിലവിലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വലിയ നീക്കങ്ങൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ BJPയുടെ ദേശീയ അധ്യക്ഷനാക്കി വീണ്ടും പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ത്വരിതപ്പെടുത്തുന്നത്. കാരണം അംബേദ്കറെ അപമാനിച്ചത് മുതൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ അമിത്ഷായുടെ രാജിയല്ലാതെ മറ്റ് പോംവഴിയില്ല എന്ന് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അതിപ്പോൾ സഖ്യകക്ഷികൾ കൂടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് NDAയിലെ സഖ്യകക്ഷികളായിട്ടുള്ള ഐക്യ ജനതാദളും ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയും ഒക്കെ തന്നെ ഈ ഒരു ആവശ്യം ഏറ്റെടുത്തിരിക്കുമ്പോൾ അമിത്ഷായ്ക്ക് NDA പിന്തുണയില്ല. മാത്രവുമല്ല BJPയിലെ ഏതാനും MP-മാർ അമിത്ഷായുടെ രാജിയും ഇപ്പോൾ ഒരു ഭാഗത്ത് ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. അതിൽ നിതിൻ ഗഡ്കരി അടങ്ങുന്ന നിരവധി പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഉണ്ടെന്നാണ് സൂചന. ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും ആ മന്ത്രിസ്ഥാനം വെച്ചൊഴിയേണ്ട അനിവാര്യതയുണ്ട് എന്ന ശക്തമായിട്ടുള്ള ആവശ്യവും ഇപ്പോൾ ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേന്ദ്രമന്ത്രിമാർ അമിത്ഷായും നിർമ്മലാ സീതാരാമനും ഉടനടി എത്രയും പെട്ടെന്ന് രാജിവെച്ച ഈ ഒരു അവസ്ഥയെ മാറ്റണം എന്ന നിർദ്ദേശവും ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തു തന്നെ ആയാലും നിർമ്മലാ സീതാരാമൻ രാഷ്ട്രീയം വിടുകയാണ്. അതേസമയം അമിത്ഷായെ വീണ്ടും BJPയുടെ ദേശീയ അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പകരമായിട്ട് JP നദ്ദയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ ബുദ്ധിമുട്ടോടുകൂടി അമിത്ഷാ ഈ ഒരു സ്ഥാനം ഒഴിഞ്ഞാൽ പോലും അദ്ദേഹം മറ്റ് ചില പരിപാടികൾ, പ്രധാനമായിട്ട് വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ച് അത് നടപ്പിലാക്കാനും അതുപോലെ തന്നെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ വീണ്ടും അത് ആളിക്കത്തിക്കുന്ന സമീപനം സ്വീകരിക്കാനും വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാനും ശ്രമങ്ങൾ നടത്തും. അതിനുള്ള കച്ച കെട്ടുകയാണ്. ഇന്ത്യയിൽ മുഴുവനായി നിലവിൽ BJPയുടെ ആധിപത്യം കുറഞ്ഞു വന്നിരിക്കുകയാണെന്ന തിരിച്ചറിവാണ് അമിത്ഷായെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് ആ കസേരയിൽ ഇരുത്താനുള്ള നരേന്ദ്രമോദിയുടെ ഈ പുതിയ നീക്കമെന്ന് പറയുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.